നമ്മുടെ പ്രിയങ്കരനായ MP, ഈ ജില്ലയിൽ നിന്നുള്ള MLA മാർ, DCC പ്രസിഡന്റ്, പ്രമുഖരായ നേതാക്കൾ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നിങ്ങൾ 51ാമത്തെ ദിവസത്തെ സമരത്തിലാണ്. ഈ സമരത്തിന് ഞങ്ങൾ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഈ വിഷയം നമ്മൾ അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞത് ഈ സമരസമിതി സ്ഥലം MLA-യുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥല MLA അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചു തരാം, ഗവൺമെൻറ്റിൽ ഇടപെട്ട് എന്ന് പറഞ്ഞ് ആ ഒരു ലോക്കൽ പ്രശ്നമായിട്ട് മാത്രം ആണ് അവർ കൊണ്ടുപോയത്. ഇതൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഇതൊരു വേറൊരു തരത്തിലേക്ക് മാറിയത്. ഞങ്ങളിത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതൊരു നിയമപരമായ പ്രശ്നം കൂടിയാണ്. ഞങ്ങൾ ചെയ്തത് എറണാകുളത്ത് ഞാനും മാത്യു കുഴൽനാടനും ഹൈക്കോടതിയിലെ അഭിഭാഷകരായിരുന്ന ആളുകളാണ്. ഞങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരാണ്. ഞങ്ങൾ പ്രമുഖരായ അഭിഭാഷകരെ കൂടി വിളിച്ചിരുത്തി ഈ വിഷയം ഞങ്ങൾ ഗൗരവതരമായി പഠിച്ചു ആക്കി. എന്നിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഞങ്ങളെയും കൂടി ആലോചിച്ച് ആദ്യം ഈ സമരം തുടങ്ങിയിട്ടില്ല നിങ്ങൾ, ഈ വിഷയത്തിന് ആദ്യമായി പിന്തുണയുമായി ഇവിടെ എത്തിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഞാൻ ഷിയാസിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു. അന്ന് ഇതിൽ സമരത്തിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ വന്ന് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ച് ഒരു പൊതുയോഗം നടത്തി അല്ലേ? ആ പൊതുയോഗത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. 1. 2 പറഞ്ഞു, ഞാനന്ന് പറഞ്ഞ വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ തൊട്ടപ്പുറത്താണ് പറവൂര്. ഞാൻ അവിടുത്തെ MLA കൂടിയാണ്. അവിടെ നിന്ന് ഒരാളും വന്ന് ഒരാളെയും കുടിയിറക്കില്ല പറവൂര് എന്നുള്ള ധൈര്യമുള്ള ആരുമില്ല ഇപ്പോൾ. അതിൻ്റെ തൊട്ടടുത്താണ് ചെറായി. എനിക്ക് ചെറായി, മുനമ്പം ഒക്കെ പറവൂര് പോലെയാണ്. ഞാൻ അന്ന് പറഞ്ഞ വാചകം. ഇവിടെ കുടിയിറക്കലിന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. പിന്നീടാണ് ഇതൊക്കെ ആളുകൾ വേറെ രീതിയിൽ പറഞ്ഞത്. ഞങ്ങളിത് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ തേടി. എന്താണ് എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ? 1, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആരാ അവകാശപ്പെടുന്നത്? സംസ്ഥാനത്തെ വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിനെ ആരാ നിയമിച്ചത്? സംസ്ഥാന സർക്കാർ അല്ലേ? സംസ്ഥാന സർക്കാർ. വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത്. ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫായി ദാനം കൊടുക്കാൻ പറ്റില്ല. 1, അത് തന്നെ അത് വഖഫല്ല. 2, അയാൾ ഈ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റുമായി വെച്ച എഗ്രിമെൻ്റ് ധാരണയിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. വഖഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല. നിബന്ധനകൾ വെക്കാൻ പാടില്ല. വഖഫാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും വഖഫാണ്. അപ്പം നിബന്ധനകൾ വച്ചിരിക്കുന്നത് കൊണ്ട് അത് വഖഫ് ബില്ലിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് പൂർണ്ണമായി വക്കീൽ ഇരിക്കുന്നു, പെർമനൻ്റ് ഡെഡിക്കേഷനാണ്. അതായത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. പിന്നെ കണ്ടീഷനൊന്നും വയ്ക്കാൻ പറ്റില്ല. ദൈവത്തിന് കൊടുക്കുമ്പോൾ, പള്ളിയിലെ പെട്ടിയിൽ പൈസ ഇടുമ്പോൾ, അല്ലെ അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോൾ, ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ്. ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ വന്ന് തിരിച്ചെടുക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറ്റുമോ? ഒരു വഴിപാട് നേരുന്നു അല്ലേ, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു. ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വന്ന് ഈ മെഴുകുതിരി ഊതിക്കെടുത്തും, അല്ലെങ്കിൽ ഈ പെട്ടിയിൽ നിന്ന് കാശെടുക്കുമെന്ന് പറയാൻ പറ്റുമോ? അതുപോലെയാണ് വഖഫ്. വഖഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വയ്ക്കാൻ പറ്റില്ല. അപ്പം കണ്ടീഷൻ വച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് വഖഫല്ല അല്ലേ? വഖഫല്ല. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഇത് മേടിച്ച ആൾ അവരെ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. എന്താ? ഞങ്ങൾ ഇതിൻ്റെ വില ഞങ്ങൾ വാങ്ങിച്ചു 75 അല്ലേ? ഞങ്ങളിതിൻ്റെ വില വാങ്ങിച്ചു. അപ്പം ഞങ്ങളിത് വിറ്റാണ്. വില വാങ്ങിച്ചത് എങ്ങനെയാണ്? ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു. ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു. പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാണ് വഖഫാവുന്നത്? ഏത് നിയമം അനുസരിച്ചാണ് വഖഫാവുന്നത്? ഈ 3 കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചുയർത്തിക്കാട്ടിയത്. ഇത് വഖഫ് ഭൂമിയെ അല്ല. ക്രയവിക്രയം നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ?
ഇത്രയും നാൾ താമസിച്ച ആളുകൾ വേറെ വിറ്റിട്ടുണ്ട്. ഒരുപാട് ഡോക്യുമെന്റുകളുണ്ട്, രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ്. അപ്പോൾ വഖഫ് ഭൂമി അല്ല അല്ലേ? ആ സ്റ്റാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി വഖഫ് ഭൂമിയാണോ എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഭൂമി കിട്ടുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടുന്നത്? ഇപ്പൊ